ഹലോ എവ്രി വൺ. റിലീസിന് ഒരുങ്ങുന്ന കൂൺ എന്ന സിനിമയുടെ ഡയറക്ടറാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. വെൽക്കം ടു മാംസ്. എന്തൊക്കെയുണ്ട് വിശേഷം സാർ? സുഖം. അതെ, സിനിമ റിലീസിന് ഒരുങ്ങുകയാണ്, അതൊരു വലിയൊരു വിശേഷമല്ലേ. എങ്ങനെയാണ് ഈ കൂൺ എന്ന സിനിമയിലേക്ക് എത്തുന്നത്? കൂൺ എന്ന സിനിമയിലേക്ക് എത്തുന്നത് ഞങ്ങളുടെ ആദ്യത്തെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ബേസിക് ഇതിൻ്റെ പ്രൊഡ്യൂസർ അനിൽ സാറ് ഈ പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് അദ്ദേഹത്തിന് എനിക്ക് പരിചയപ്പെടുന്നൊരു മറ്റേ ഇതുണ്ടല്ലോ, ആദ്യം നമ്മൾ പ്രളയം ഉണ്ടായ സമയത്താണ് വരുന്നത്. അപ്പോൾ ഒരു പ്രോജക്റ്റ് ആ സമയത്ത് നമ്മൾ ഡ്രോപ്പ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാൻ വന്നപ്പോഴാണ് പ്രളയം ഇത് വരുന്നത്, കൊറോണ വരുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ ലോക്കായിപ്പോയി എറണാകുളത്ത്. അപ്പോൾ ലോക്കായപ്പോൾ ഞങ്ങൾ ക്രൂ കുറച്ച് പേര്, അതായത് ഡയറക്ഷൻ ടീം മാത്രം. അപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു അമൽ മോഹൻ എന്ന് പറഞ്ഞത് അദ്ദേഹം. അപ്പോൾ ഞങ്ങൾ ലോക്ക്ഡൗണിൽ എഴുതിയ സ്ക്രിപ്റ്റാണ് ഇത്. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് ഫുഡിനൊക്കെ ഭയങ്കരമായിട്ട് അന്ന് കടയെല്ലാം അടഞ്ഞു, ഞങ്ങൾ പെട്ടുപോയി. അപ്പോൾ ഇത് കഴിയുമ്പോൾ ഇത് ഓപ്പൺ ആകുന്ന സിറ്റുവേഷൻ ഒരു പ്രോജക്റ്റ് ചെയ്യണം എന്നുള്ള വാശി ഞങ്ങൾക്ക് ഭയങ്കര സർവൈവലായിരുന്നു ആ സമയത്ത്. ആ ഒരു ഫുഡ് പോലും പെട്ടെന്നാണ് നമ്മുടെ ആൻഡോ ജോസഫും ബാദുക്കയുടെ ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കറക്റ്റ് സമയത്ത് ഫുഡ് കിട്ടുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പുതിയതായിട്ട് ഞങ്ങൾക്ക് 5 പേർക്ക് റൂമിൽ അവിടെ കിട്ടുമായിരുന്നു. അത് ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കും ആ സമയത്ത്. പിന്നെ അനിൽ സാർ ഈ സ്ക്രിപ്റ്റ് വായിക്കാൻ മേടിച്ചു, നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞു. അത് ജസ്റ്റ് അമൽ ഒരു ഇതായിട്ട് എഴുതി തന്നു വിട്ടു. ഞാൻ നാട്ടിൽ പോയിട്ട് വൈഫിനെയും കൊണ്ട് ഇത് എഴുതിച്ചിട്ട് അമലിന് ഇതിട്ട് കൊടുത്തു. അമൽ പിന്നെ കറക്റ്റ് ചെയ്ത് തന്നു. അമലാണ് റൈറ്റ് ചെയ്ത് തന്നെ. പക്ഷെ അമലിൻ്റെ കൈഷൻ എനിക്ക് പെട്ടെന്ന് ഇത് ഒരു PDF ആക്കാമെന്ന് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എഴുതിയത് ഞങ്ങൾ ഫോട്ടോ എടുത്ത് PDF ആക്കിയിട്ട് അനിൽ സാറിന് ഇത് വായിക്കാൻ ഫുൾ സ്ക്രിപ്റ്റ് കൊടുത്തത്. ഇത് പറ്റിയൊരു സാധനമാണല്ലോ, നമുക്ക് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ലോക്ക്ഡൗൺ ടൈമിൽ ചെയ്യാൻ പറ്റുമല്ലോ. സെക്കൻഡ് ലോക്ക്ഡൗണാണ്, അന്ന് ഭയങ്കര റെസ്ട്രിക്ഷൻ ആയിരുന്നല്ലോ. പ്രത്യേകിച്ച് മലയാള സിനിമ പകച്ചുന്ന സമയത്താണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. എന്താകും നാളെ സിനിമ അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഈ പ്രോജക്റ്റ് ഷൂട്ട് ചെയ്യുന്നത്. അത് പ്രത്യേകിച്ചൊരു അനുഭവമായിരുന്നു. വല്ലാത്തൊരു ഭയങ്കര ഒരു ഡാർക്ക് ടൈമിൽ അതെ അതെ. നാളെ എന്താണ് സിനിമ ഉണ്ടോ, അത് ഞങ്ങൾ വലിയ സ്വപ്നമായിട്ട് വന്നല്ലേ. ഞങ്ങളുടെ ആ സ്വപ്നം തീർന്നു എന്നുള്ളൊരു നിൽക്കുന്ന സമയത്ത് അതിന് ചെയ്യാൻ പറ്റുന്ന ടൈമിലൊരു ഇത്. അപ്പൊ തന്നെ നമ്മുടെ ആ ഒരു സിനിമയ്ക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ തന്നെ വന്നു. അതെ അതെ. പ്രത്യേകിച്ച് എനിക്ക് നന്ദി പറയേണ്ട ക്രൂവിനോടാ. ആ സമയത്ത് എല്ലാം മനസ്സിലോടും. അപ്പം സാർ ആദ്യം പറഞ്ഞു, നമുക്ക് ഇന്നൊരു ബഡ്ജറ്റ് എൻ്റെ ഉണ്ട്, ആ ബഡ്ജറ്റ് നിനക്ക് പറ്റുന്ന പ്രോജക്റ്റ്, അപ്പം ഇത്ര ലക്ഷം രൂപ ഉണ്ട്, അത് വെച്ച് നിനക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ക്രൂവിനെ വിളിച്ചിട്ട് ചോദിച്ചു, എൻ്റെ ഇതേ ഉള്ളൂ നിങ്ങൾക്ക് തരാൻ, നമുക്ക് പ്രോജക്റ്റ് ചെയ്യണം. അപ്പോൾ അവർ കറക്റ്റായിട്ട് എല്ലാ സൗകര്യങ്ങളും, അതായത് അന്നത്തെ നമുക്ക് മെയിൻ സ്ട്രീമിൽ നമ്മളൊരു സിനിമ ഇറക്കേണ്ട എല്ലാ ക്വാളിറ്റീസ്, ക്യാമറ ആയിക്കോട്ടെ, ക്രൂ അതിനനുസരിച്ച് എല്ലാം സജ്ജീകരിച്ചു. ക്യാമറാമാൻ ടോജോ ആണ് ക്യാമറ ചെയ്തേക്കുന്നത്. അദ്ദേഹം കുറേ പ്രോജക്റ്റുകളുടെ അസോസിയേറ്റ് ക്യാമറമാനൊക്കെ ആയിരുന്നു. അപ്പോൾ ടോജോയുടെ ഫസ്റ്റ് മൂവി ആയിരുന്നത്. ടോജോയും അതുപോലെ ടോജോയുടെ അസിസ്റ്റന്റുമാരായിട്ടുള്ള ഒരു അസോസിയേറ്റ് ആയിരുന്ന സൗശീലുണ്ടായിരുന്നു. പിന്നെ ആദർശ് എന്ന് പറയുന്നത് അവർക്ക് നല്ല രീതി ക്യാമറ ടീം. പ്രത്യേകിച്ച് ഈ ലൊക്കേഷൻ തന്നെ ഭയങ്കര കൺജസ്റ്റഡാണ്. ഞാൻ സിനിമ കാണുമ്പോൾ അറിയാം. പക്ഷേ ഷൂട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾ അതുപോലെ ഫാനൊന്നും ഇടാൻ പറ്റത്തില്ല, ലോക്കഡാണ് റൂമുകളെല്ലാം ഭയങ്കര. അപ്പം ഞാനൊരു സ്ഥലത്ത് ഇരിക്കുകയായിരിക്കും, പക്ഷേ എനിക്ക് അപ്പം ഇവരാണെങ്കിൽ പോലും ഒരു മുറിയിൽ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ചൂടിന് സ്ട്രഗിൾ അനുഭവിച്ചായി ഷൂട്ട് ചെയ്തത്. അങ്ങനെ ഒരു അതുണ്ടായിരുന്നു. പിന്നെ പുറത്തിറങ്ങി പ്രത്യേകിച്ച് പിന്നെ ഒരു നന്ദി പറയണം PT തോമസ് സാറ് MLA. അദ്ദേഹത്തിൻ്റെ ആ ഓഫീസിൻ്റെ അടുത്തായിരുന്നു ഞങ്ങൾ ഒരു ഔട്ട്ഡോർ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അവിടെ പെർമിഷനൊക്കെ വേണ്ടി അദ്ദേഹം ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പോൾ റോഡ് രാത്രിയിൽ നൈറ്റ് ഷൂട്ടൊക്കെ ആയിരുന്നു. രാത്രിയിൽ അവിടെ സമയത്ത് പോലീസൊക്കെ വന്ന് ഇടയ്ക്ക് ചെക്കിങ്ങിന് വരുമായിരുന്നു. അത്ര പേര് കൂടാൻ പാടില്ല, അങ്ങനെ കുറേ നിയമങ്ങളുണ്ടായിരുന്നു ആ സമയത്ത്. ആ സമയത്താണ് അത് ഷൂട്ട് ചെയ്തത്. ഭയങ്കര ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് പ്രത്യേകിച്ച് OTTക്ക് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തൊരു പ്രോജക്റ്റാണ്. പിന്നെല്ലാം നിയമം മാറി ഇപ്പോൾ തിയേറ്ററിലേക്ക്. അപ്പോൾ പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു ഇപ്പോഴത്തെ സന്തോഷം കണ്ടു, ഈ മുഖത്തെ സന്തോഷം ഞങ്ങളുടെ ക്രൂവിൽ എല്ലാവരും കണ്ടു. എന്താ പറയുക, അപ്പോൾ എൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ അന്ന് ഒരു മൈക്രോ സ്ക്രീൻ അല്ലെങ്കിൽ മിനി സ്ക്രീനിൽ വരാനിരുന്ന പ്രോജക്റ്റ് ഒരു ബിഗ് സ്ക്രീനിൽ വരുന്നതിൻ്റെ ഒരു ലക്ക്, ആ ഒരു സന്തോഷമാണ്.